വാഴ്ത്തപ്പെടട്ടെ. എനിക്കിന്ന് രാത്രിയിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന കർത്തൃദാസൻ, കുടുംബം, സഭ, എനിക്ക് തോന്നുന്നു അനേക രാജ്യങ്ങളിലിരുന്ന് ഈ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം അറിയിക്കുന്നു. ഒരു കൂട്ടായ്മയുടെ കർത്താവ് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഷാജിയൊക്കെ കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും എന്നെ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന നിങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിരിക്കുവാനായിട്ട് ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കുക. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ഹെൽദായി, തോബിയാവ്, യദായാവ് എന്നീ പ്രവാസികളോട് വാങ്ങുക. അവർ ബാബേലിൽ നിന്ന് വന്നെത്തിയിരിക്കുന്ന സെഫന്യാവിന്റെ മകനായ യോശിയാവിന്റെ വീട്ടിൽ നീ അന്നു തന്നെ ചെല്ലേണം. അവരോട് നീ വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി മഹാപുരോഹിതനായി യഹോസാക്കിന്റെ മകനായ യോശുവയുടെ തലയിൽ വെച്ച് അവനോട് പറയേണ്ടതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്നും മുളച്ചു വന്നു യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. ആ കിരീടമോ ഹേലേം, തോബിയാവ്, യദായാവ്, സെഫന്യാവിന്റെ മകനായ ഹേൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി യഹോവയുടെ മന്ദിരത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ ദൂരസ്ഥന്മാർ വന്ന് യഹോവയുടെ മന്ദിരത്തിൽ പണിയും. ഹല്ലേലൂയ. വായിച്ചതിന് നന്ദി. നമുക്ക് അല്പസമയം വചനത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കടന്നു വരാം. ഞാൻ ലീഡ് ചെയ്തപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ ദാസന്റെ ആ വാക്കുകൾ ശ്രദ്ധിച്ചു. നല്ല പാട്ടുകൾ നമുക്ക് ദേവദാസനിൽ നിന്ന് ലഭിക്കാനിടയായി. ഞാനതിങ്ങനെയാണ് കേട്ടത്. നമുക്ക് പ്രാർത്ഥിക്കാൻ, കടന്നു ചെല്ലാൻ, ധൈര്യത്തോടെ ചെല്ലാൻ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. നമുക്കൊരു വാഗ്ദത്തം നൽകപ്പെട്ടതായ ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. എല്ലാ നിലയിലും തത്സമയത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃപാസനത്തോളം അടുത്ത് ചെല്ലാൻ നമുക്ക് അനുവാദം നൽകിയ ഒരു നല്ല കർത്താവുണ്ട്. ഈ രാത്രിയിൽ വളരെ പ്രതീക്ഷയോടുകൂടെ ദൈവവചനത്തിന്റെ ചുറ്റാകെ ഇരിക്കുന്ന, ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇതൊരു അനുഗ്രഹമാകട്ടെ. കാരണം ഞാനിവിടെ രാത്രിയിലാണ്, നിങ്ങളവിടെ സന്ധ്യാനേരത്തായിരിക്കുന്നു, പല സമയങ്ങളിലായിരിക്കുന്നു. ഏത് സമയത്തും നമുക്ക് ഒരുമിച്ച് കൃപാസനത്തോളം അടുത്ത് വരുവാൻ അനുവാദം നൽകിയ നല്ല കർത്താവിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ്. ആ ചിന്തയിൽ തന്നെയാണ് ഈ വാക്യം വായിക്കപ്പെട്ടത്. ഈ വാക്യം വായിച്ചത് നമുക്ക് ഇച്ചിരി പ്രാവചനിക ഭാഷയൊക്കെ ചേർന്ന് കിട്ടിയ ഒരു വചനഭാഗമാണ്. പഴയ നിയമത്തിലെ പല കാര്യങ്ങൾ നമ്മുടെ യുക്തിക്കോ ബുദ്ധിക്കോ ചിലപ്പോൾ വരുന്നതായിരിക്കണമെന്നില്ല. എന്നാൽ ആ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചന ആ സമയത്ത് അതെങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇന്ന് രാത്രിയിലും. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്.
ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് വിടുതൽ തരുന്ന, സമാധാനം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, ധൈര്യവും ഉറപ്പും നൽകുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യാപാര ശക്തിയുണ്ട്. അത് ഈ രാത്രിയിൽ നിശ്ചയമായും നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ അത് വ്യാപരിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നാം വായിച്ചു, ഇഥോവിന്റെ മകനായ ബെരക്യാവിന്റെ മകനായ സെഖരിയാവ്. അങ്ങനെ വല്യപ്പന്റെ പേര് മുതൽ സെഖരിയാവ് ആരാണെന്ന് പറയുകയുണ്ടായി. ആ സെഖരിയാവ് ജനിച്ചു വളർന്നതൊക്കെ ബാബിലോണിലാണ്. ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന കൂട്ടത്തിൽ സെഖരിയാവും മടങ്ങി വരികയുണ്ടായി. യിരെമ്യാവിനെ പോലെ കൊച്ചുനാളിലെ ദൈവാത്മാവിനാൽ നിറഞ്ഞവനും ദൈവത്തിന്റെ പ്രവാചകനുമായി ദൈവം കണ്ട അനുഗ്രഹമേറിയ ശുശ്രൂഷക്കാരനാണ്. പ്രാവചനിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. രക്ഷയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വരുവാനുള്ള 1000 ആണ്ട് വാഴ്ചയെ പറ്റിയും ഒക്കെ വളരെ ആധികാരികമായിട്ട് പ്രവചിക്കുകയുണ്ടായി. ഈ സെഖരിയാവിന്റെ അപ്പൻ ബെരക്യാവ് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ബെരക്യാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ആ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവന്റെ മകനാണ് സെഖരിയാവ്. യഹോവ ഓർക്കുന്നു, ദൈവം അഥവാ യഹോവ ഓർക്കുന്നു എന്നാണ് സെഖരിയാവ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ വാക്കിന്റെ അർത്ഥമൊക്കെ പറയുമ്പോൾ സമയം കളയാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവയെ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ യഹോവയെ ഓർക്കുക തന്നെ ചെയ്യും. ദൈവം നിന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞാൽ ദൈവം കൈവിടുകയില്ലെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധയിലെ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം അത് പറഞ്ഞിരിക്കുന്നത് സെഖരിയാവിനെ പറ്റിയാണ്. ദയവായിട്ട് ആ വാക്യം കൂടെ ഒന്ന് വായിച്ചാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരക്യാവിന്റെ മകനായ സെഖരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. മതി. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവ് ആരെ ഓർത്തെന്നുള്ളതാ. മന്ദിരത്തിനും യാഗപീഠത്തിനും ഇടയിൽ കൊല്ലപ്പെട്ടവനായ ദൈവം ഉപയോഗിച്ച, ദൈവത്തെ അനുസരിച്ച, കർത്താവ് പറഞ്ഞ കാര്യം കേട്ട സെഖരിയാവിനെ കുറെ വർഷങ്ങൾക്ക് ശേഷം കർത്താവ് എടുത്തു പറയുന്നു എന്നുള്ളതാണ് എന്നെ ധൈര്യപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. യഹോവയെ ഓർക്കുന്നു എന്ന് പറഞ്ഞ ആ പേരിന്റെ അന്വർത്ഥം ആയ കാര്യം ചില വർഷങ്ങൾക്ക് ശേഷം ഓർത്തു എങ്കിൽ ആമേൻ, കൊല്ലപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും മരിച്ചവരെയും ത്യാഗം ചെയ്യുന്നവരെയും സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി വില കൊടുക്കുന്നവരെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരെയൊക്കെ മറന്നു പോകുന്ന ദൈവമല്ല,
ഓർക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നിങ്ങളെ ആരെല്ലാം ഓർത്തില്ലെങ്കിലും, ആരെല്ലാം മറന്നുപോയാലും, സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ കൈവിട്ടാലും, ആമേൻ, സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ അടുത്ത് വന്നിട്ട് മാറിപ്പോയാലും, നമ്മെ ഓർക്കുന്ന, നിങ്ങളെ ഓർക്കുന്ന, ഇന്ന് രാത്രി നിങ്ങൾക്ക് ഓർക്കപ്പെടേണ്ട ചില പ്രത്യേകമായ സന്ദർഭങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ, ഈ വചനത്തിന്റെ പിൻബലത്തിൽ ആത്മധൈര്യത്തോടെ ഞാൻ പറയട്ടെ, നിന്നെ ഇന്ന് രാത്രി മറക്കുന്ന ദൈവമല്ല, നിന്നെ ഓർക്കുന്ന ദൈവമാണ്. യഹോവയെ ഓർക്കുന്നു. ഇത്തോവിന്റെ മകനായ ബെരക്യാവിന്റെ മകനായ സെഖര്യാവ് യഹോവയെ ഓർക്കുന്നു. ആ സെഖര്യാവിനോട് ബാബിലോണിൽ നിന്ന് വന്നു, ഇസ്രായേൽ വന്നു കഴിഞ്ഞപ്പോഴേ ചില പ്രിയപ്പെട്ടവരെ അവിടേക്ക് വരികയുണ്ടായി. അതാണ് നമ്മളിവിടെ വായിച്ചത്. ആരൊക്കെയായിരുന്നു വന്നത്? നമുക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചതാണത്. ദൈവത്തിന്റെ മഹത്വം. വന്നതാരാണ്? ഹെൽദായി, തോബിയാവ്, യദായാവ്. ഹെൽദായി, തോബിയാവ്, യദായാവ്. ചില പ്രിയപ്പെട്ടവർ ഏകദേശം 1000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നുള്ള വിവരം കർത്താവ് ആരെ വിളിച്ചു പറയുക? സെഖര്യാവിനെ വിളിച്ചു പറയുക. കാലോചിതമായ സന്ദേശം, അനിവാര്യമായ ദൂത്, അത്യാവശ്യമായി ചെയ്തെടുക്കേണ്ടതായ ചില കാര്യങ്ങൾ, ദൈവത്തിന്റെ ചില നിയോഗങ്ങൾ, അതാണ് ഇവിടെ സെഖര്യാവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വന്നവരുടെ പേര് കർത്താവ് എടുത്തു പറയുകയാണ്. എത്രയോ പേര് ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, വരാതിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ലോകമായത്. നാട്ടിലേക്ക് വരുന്നു, നാട്ടിൽ നിന്ന് പോകുന്നു. ജർമ്മനിയിൽ എത്രയോ ആളുകളുണ്ടാകാം, അമേരിക്കയിലുണ്ടാകാം, ഇന്ത്യയിലുണ്ടാകാം. ഓരോരുത്തരുടെയും വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നന്നായി ശ്രദ്ധ ചെലുത്തുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലേ? അതല്ലേ എൻ്റെ ശരി? ഇത്രയും ദൂരം യാത്ര ചെയ്ത് ചില പ്രിയപ്പെട്ടവര് ഇസ്രായേലിൽ വന്ന കാര്യം ഉടനെ തന്നെ അത് സെഖര്യാവിനെ ദൈവം അറിയിക്കുകയാണ്. നീ അവരുടെ വീട്ടിൽ ചെല്ലണം, അവരുടെ കയ്യിൽ നിന്ന് ചിലത് വാങ്ങിക്കണം. അവരുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ് അടുത്ത ചിന്ത. വന്നവർ മാത്രമല്ല, വന്നവരെ അറിയുന്നു എന്ന് മാത്രമല്ല, ആ വന്നവരുടെ കയ്യില് സ്വർണവും വെള്ളിയും ഉണ്ടെന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. സ്തോത്രം. ഞാനത് വായിച്ചപ്പോഴ് എനിക്ക് ഓർമ്മ വന്നത്, പത്രോസിന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പത്രോസ് പറഞ്ഞ ഒരു സന്ദർഭം. യോഹന്നാനും കൂടെ ചേർന്ന് നിന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പിറവിയിലെ മുടന്തനായ മനുഷ്യനോട്, ക്ഷയാചിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങളുടെ കയ്യില് ഇല്ല. എന്തുണ്ട് എന്തില്ല എന്നുള്ളത് കർത്താവിനറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ എത്ര കാലമായി കർത്താവിനെ സേവിക്കുവാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ എത്ര നാളായി ദൈവത്തിന്റെ വചനം വായിക്കുന്നു, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, ആരാധനയിൽ പങ്കുകൊള്ളുന്നു, പ്രാർത്ഥന നടത്തുന്നു, അഥവാ പ്രാർത്ഥനയിൽ ഇരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു? ഈ രാത്രി നമ്മുടെ കൈവശം കർത്താവിൽ നിന്ന് പ്രാപിച്ചത് എന്തൊക്കെയുണ്ട് എന്ന് നമ്മളൊന്ന് അറിയണം. ചോർന്നു പോയോ, കയ്യിലുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ നമ്മുടെ കൈവശം വെക്കേണ്ടത് ആത്മീക അനുഭവങ്ങളാണ്. ഭൗതിക അനുഭവങ്ങൾ ഈ ലോകത്തിൽ കൊള്ളാം, ഇതൊക്കെ നമുക്കിവിടെ വേണ്ടിയതാണ്. എന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാപിച്ചത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്ന് പറയുന്നത് പോലെ, എനിക്ക് അതിനെക്കുറിച്ചുള്ള വെളിപ്പാട്, എനിക്ക് അതിനെക്കുറിച്ചുള്ള നിർണയം,
എനിക്ക് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള ധാരണ, എൻ്റെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, ആ പ്രത്യാശ, എനിക്ക് വരുവാനുള്ള ലോകത്തിൽ ദൈവം എനിക്ക് തരാൻ പോകുന്ന പ്രതിഫലം, ഇവയെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചിരിക്കണം. പ്രാപിക്കാതെ ആരും കടന്നു പോകരുത്. നിങ്ങൾ യാത്ര ചെയ്യുന്നവരാകാം, തിരക്ക് പിടിച്ച ജോലി ചെയ്യുന്നവരാകാം, എന്നാൽ നിങ്ങളുടെ കൈവശം എന്തുണ്ട്? പ്രയോജനപ്പെടുത്താൻ എന്തുണ്ട്? വല്ല താലന്തും ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ദൈവസഭയിൽ ദൈവമക്കളുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങളത് ഉപയോഗിക്കുക, നിങ്ങളത് വ്യയം ചെയ്യുക. ദൈവനാമ മഹത്വത്തിനായി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി അത് ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. അവരുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഉണ്ടായിരുന്നു എന്ന് കർത്താവ് പറയുകയാണ്. എന്നിട്ട് നീ ഓടിച്ചെന്ന് അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. നമുക്കറിയാം, ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നാട്ടിലേക്കൊക്കെ വരുന്ന നിങ്ങളുടെ കയ്യില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും ചെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒന്നും അല്ല. അവര് എനിക്ക് തോന്നുന്നു ഇത്രയും കാലമൊക്കെ ആയിട്ട് ആ അന്യരാജ്യത്ത് അവിടെയൊക്കെ ജോലിയിലൊക്കെ ആയിരുന്നു. അവര് ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു. ഒരുപക്ഷെ അവരുടെ അധ്വാനത്തിൻ്റെയൊക്കെ ഒരു നല്ല ശേഖരണമായിരിക്കാം. എന്തായാലും അത് ചെന്ന് ചോദിക്കാൻ കർത്താവ് സക്കരിയാവിനോട് പറയുകയാണ്. ഞാനായിരുന്നു ഒന്ന് മടിച്ചേനെ. സക്കരിയാവ് മടിച്ചില്ല. സക്കരിയാവ് ദൈവത്തെ അനുസരിച്ചു, ചെന്ന് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സക്കരിയാവ് ആ വീട്ടോട് ചെല്ലുകയാണ്. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. എന്താ വായിക്കുന്നത്? അങ്ങനെ യഹോസാദാക്കിന്റെ മകനായ യോശുവയുടെ തലയിൽ വെച്ച് അവനോട് പറയണം. വെള്ളിമനും മാത്രം വാങ്ങിച്ചാൽ പോരാ, അതൊരു കിരീടമാക്കണം. ദൈവത്തിന്റെ മഹത്വം, അതൊരു കിരീടമാക്കണം. ഞാനിങ്ങനെ ഒരു ആത്മീയാർത്ഥം പറയട്ടെ. നമ്മുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിക്കുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് താലന്തും അതൊരു കിരീടമാക്കുന്നത് അതൊരു വലിയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അത് ഉപയോഗപ്പെടുന്നത്, പ്രയോജനപ്പെടുത്തുന്നത്, അത് മനോഹരമാക്കുന്നത്, അത് ദൈവ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതൊക്കെ അത് കിരീടത്തിന് തുല്യമാണ്. നിങ്ങൾ ദൈവത്തിന് വാഞ്ചിതരും പ്രിയരുമായ ദൈവത്തിന്റെ കിരീടമാണ്. അപ്പോസ്തലനായ പൗലോസ് തന്നോടുകൂടെ പ്രവർത്തിച്ച വിശ്വാസികളെ താൻ ഈ ഒരു പ്രയോഗത്തില് ഉപയോഗിക്കുന്നതായിട്ട്, അങ്ങനെ പറയുന്നതായിട്ട്, എൻ്റെ വാഞ്ചിതരും പ്രിയരുമേ നിങ്ങള് കിരീടമാണ് എന്ന് ഫിലിപ്പിയ ലേഖനത്തില് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. നീ അതൊരു കിരീടമാക്കണം. അപ്പൊ ആ വെള്ളിയും പൊന്നും വാങ്ങിച്ചാൽ മാത്രം പോരാ, അത് കിരീടമാക്കുന്ന ആളിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. അയാളത് പണി ചെയ്ത് അതൊരു കിരീടമാക്കും. ആ കിരീടം വാങ്ങിച്ചുകൊണ്ട് നീ എവിടോട്ട് ചെല്ലണം? നീ മഹാപുരോഹിതനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ മഹാപുരോഹിതനായ യോശുവയുടെ അടുക്കലേക്ക് ചെന്നിട്ട് യോശുവയുടെ തലയിലേക്ക് അത് വെക്കുക. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, ആ ഭാഗം ഒന്ന് വായിക്കാമോ? 12-ാമത്തെ വാക്യം മുതൽ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം. മുള എന്ന് പേരുള്ള പുരുഷനുണ്ടല്ലോ. ഞാൻ വളരെ ശ്രദ്ധിക്കുന്നു ഈ വാക്യങ്ങൾ. യോശുവയുടെ സക്രിയാവ് പറയുകയാണ്, മുള എന്ന പേരുള്ള പുരുഷൻ ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, പ്രവചന ഭാഗങ്ങൾ പഠിച്ചാൽ ഈ മുള എന്ന പേര് പറയുന്ന
പുരുഷൻ ഇതുവരെയും വന്നിട്ടില്ല, ജനിച്ചിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം. എന്നാൽ പ്രവാചകൻ പറയുന്നു ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ സമയത്ത് അവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകണം എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നുകിൽ ആ വ്യക്തി ആ സമയത്ത് ജീവിച്ചിരിക്കണം, അഥവാ ജീവനോട് ഇരിപ്പില്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ പറ്റി നല്ല ധാരണ ഉണ്ടാകണം. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇതുവരെ കണ്ടില്ല. നാം ഇനി കാണുന്നത് ഈ കണ്ടതിനേക്കാൾ കേട്ടതിനേക്കാൾ ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മടങ്ങാണ്. ദൈവത്തിന്റെ മഹത്വം. പക്ഷേ അങ്ങനെ നമ്മുടെ കർത്താവിനെ മുഖാമുഖമായിട്ട് നമ്മൾ കാണുമെന്നുള്ളത് ഇപ്പോഴേ വിശ്വസിച്ചിരിക്കുക. അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള ആ ഒരു വലിയ വ്യക്തമായ വ്യക്തത കൊണ്ട്, അറിവ് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അവന് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവമാണ്. അവൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്ത് നമ്മുടെ കൂടെ ആത്മസ്വരൂപനായി നമ്മുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ പ്രിയമുള്ളവരെ, സെഖരിയാവ് അവൻ യോശുവയോട് പറയുകയാണ്, ആ പുരുഷൻ ഉണ്ടല്ലോ, മുളയായ പുരുഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നിനക്ക് നല്ല ധാരണ ഉണ്ടല്ലോ, അത് നിനക്ക് നന്നായി അറിയാമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതത്തെ കുറിച്ച് നല്ല ധാരണയുണ്ടാകണം. ആരാധനയെ കുറിച്ച് നല്ല ധാരണയുണ്ടാകണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകളെ കുറിച്ച് നല്ല ധാരണയുണ്ടാകണം. നാം ഈ ഭൂമിയിൽ അല്പകാലമേ ജീവിക്കുന്നുള്ളൂ എന്നുള്ളതിന്റെ നല്ല ധാരണ നമുക്കുണ്ടാകണം. നമ്മൾ ഇവിടെ കെട്ടടങ്ങി ചത്തുപോകാനല്ല, നമ്മൾ ഇവിടെ നിന്ന് കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് പോകാനുള്ളവരാണ്, രൂപാന്തരപ്പെട്ടവരായി പോകാനുള്ളവരാണ് എന്ന നല്ല ധാരണ ഉള്ളവരായിരിക്കണം. എനിക്കും നിങ്ങൾക്കും ഞാനും നിങ്ങളും ചെയ്ത പ്രയത്നങ്ങൾക്ക് പ്രതിഫലം വാങ്ങിക്കാൻ പോകുന്നുവെന്ന നല്ല ധാരണ ഉള്ളവരാകണം. ഒരു നിത്യത നമുക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്ന് നല്ല ധാരണ ഉള്ളവരാകണം. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അതെത്ര വലിയ അർത്ഥവത്തായ ഒരു വാക്കാണ് സെഖരിയാവ് യോശുവയോട് പറയുന്നത്. ആ മുളയുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ, കർത്താവ് ഉണ്ടല്ലോ, നമ്മുടെ ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടല്ലോ, അവൻ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലെത്രത്തോളം നിങ്ങൾക്ക് ധാരണ വെക്കാൻ പറ്റുന്നു, അതിലെത്രത്തോളം നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്നു, അതിലെത്രത്തോളം നിങ്ങളുടെ ഹൃദയം ഊന്നൽ കൊടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നു. ആ നല്ല ധാരണ, ആ നല്ല അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. യോശുവയോട് പറഞ്ഞ് ഈ കിരീടം അങ്ങോട്ട് വെച്ചു. ഈ കിരീടം നിന്റെ തലയിലോട്ട് വെക്കുമ്പോൾ ഇതാർക്കു വേണ്ടി വെക്കുന്നു എന്ന് നീ അറിയണം. ഇനി ഭാവിയിൽ ആ മുളയായവൻ വരുമ്പോൾ അവൻ പുരോഹിതനായിരിക്കും, അവൻ രാജാവായിരിക്കും. അവന്റെ ശിരസിന്മേൽ ഇതുപോലെ ഒരു കിരീടം വെക്കും. ഹല്ലേലൂയ. അതിന്റെ പ്രതീകാത്മകമായി ആ കിരീടം നിന്റെ തലമേൽ വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്രത്തോളം ആനന്ദം വരുന്ന
എത്രത്തോളം ശക്തീകരണം വരുന്ന, എത്രത്തോളം ഉറപ്പ് നൽകുന്ന, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തിന്റെ പ്രതീകാത്മകമായ ഒരു കിരീടമാണ് ആ യോശുവയുടെ തലയിലേക്ക് വെക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് വെക്കുന്നത് നാം ഇന്ന് വിശ്വസിക്കുന്നത് നേരിൽ കാണുവാൻ പോകുകയാണ്. നമ്മൾ അങ്ങനെ തന്നെ അതിനെ അനുഭവിക്കുവാൻ പോകുകയാണ്. എത്ര ശ്രേഷ്ഠമായ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യം ഇന്ന് രാത്രി ദൈവമക്കൾ അറിയണം. ക്രിസ്തീയ ജീവിതം അത് വെറുതെ ഉള്ളതല്ല, ഇത് വെറുതെ കിട്ടിയതുമല്ല. തമ്പുരാന്റെ കൃപയാൽ, ദൈവത്തിന്റെ മഹാദയാൽ, വലിയ കരുണയാൽ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്ന് ഉറപ്പേറിയ വാഗ്ദത്തങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് തന്ന് ജീവിതയാത്രയിൽ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും അറിഞ്ഞ് നമ്മളോട് കൂടെ ഇരുന്ന് നമ്മെ ധൈര്യപ്പെടുത്തുന്ന ആ നാളുവരെയും നമ്മെ കാക്കുവാൻ ശക്തനായ, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ശക്തനായ ദൈവം, അവൻ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ഉറപ്പിക്കുന്ന ഓരോ സന്ദർഭങ്ങളെ ഇന്ന് രാത്രിയിൽ ഓർക്കണം. യോശുവയുടെ തലയിൽ ഒരു കിരീടം സക്കറിയ വെച്ചതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പേറിയ വാഗ്ദത്തങ്ങൾ തമ്പുരാൻ തന്ന് നിങ്ങളെ ഉറപ്പിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ അനുഗ്രഹമേറിയ ഇടപെടലിനെ ഓർത്ത് അതൊരു കിരീടമായിട്ട് ഞാനതിനെ കണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം തരികയാണ്. ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. നന്ദിയല്ലാതെ പറയുവാൻ മറ്റൊന്നില്ല. ഇവിടെ മുള എന്ന് പറഞ്ഞത് മശിഹായുടെ മറ്റൊരു നാമമാണ്. ദൈവത്തിന്റെ മഹത്വം. എന്റെ സമയം എത്ര മണി വരെ കഴിഞ്ഞു? ഹലോ, ഇനി അരമണിക്കൂറും കൂടി. ഇനി എത്ര സമയം കൂടെ ഉണ്ട്? അരമണിക്കൂറുണ്ട്. ഞാൻ ശ്രദ്ധിക്കും. ഓക്കെ 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 ഓക്കെ. എന്നെ കേൾക്കാമല്ലോ? കേൾക്കാം. നമുക്ക് ചിന്ത തുടരാം. മുള എന്ന് പറഞ്ഞാൽ മശിഹ എന്നാണ്. നമ്മുടെ കർത്താവിന്റെ മറ്റൊരു പേരാണ് മുള. ദൈവത്തിന്റെ മഹത്വം. ഈ മുളയെക്കുറിച്ചുള്ള വാഗ്ദത്തം ദൈവം നൽകിയത് ആ ദാവീദിനാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദാവീദിന്റെ രാജസ്ഥാനം കുറെ വർഷങ്ങൾ കൊണ്ടാണ് ഉറച്ചത്. ദാവീദിനറിയാം, ദാവീദിന്റെ മകൻ ശലോമോൻ വരും, അതിനുശേഷം മറ്റു പലരും വരും. ദാവീദിന്റെ കാലത്ത് ദൈവം കൊടുത്ത ഒരു ഉറപ്പുണ്ടായിരുന്നു. അതിനുശേഷം തലമുറകളുടെ കാലം വരുമ്പോൾ അത് എന്താകുമെന്നുള്ളത് ദാവീദിനൊരു ആശങ്കയായിരുന്നു. നമുക്കും അങ്ങനെയാണല്ലോ. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് ഉറയ്ക്കും, എന്നാൽ മറ്റു പല ആളുകളുടെയും കാര്യത്തിൽ നമുക്ക് അത്രയും ഉറപ്പ് വരണമെന്നില്ല. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് അത്രയും വലിയ ഉറപ്പ് വരണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷയുടെ കാര്യത്തിൽ നമുക്കൊക്കെ ചില ആശങ്കകൾ ഉണ്ടാകാം. എന്നാൽ എല്ലാ ആശങ്കകളെയും പരിഹരിച്ചും അതിനൊത്തവണ്ണം ഇടപെട്ടും നമ്മളെ ഉറപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർക്കട്ടെ. ഇപ്പൊ ദാവീദിന്റെ ആശങ്ക ഈ രാജസ്ഥാനം എപ്പോഴും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായി. അപ്പൊ ദാവീദിന് ദൈവം ഉറപ്പ് കൊടുത്തു, ഞാൻ നിന്റെ രാജസ്ഥാനം നിന്റെ സന്തതികൾക്ക് കൊടുക്കും, അതിൽ ഇരിക്കാൻ എക്കാലത്തും ഒരാളുണ്ടായിരിക്കും.
എന്ന് ദാവീദിന് ദൈവം കൊടുത്ത ഉറപ്പാണ്. അപ്പൊ ദാവീദിന്റെ ആശങ്ക അങ്ങ് മാറി. യഹൂദ രാജാവായ യോവാശ് രാജാവ് ഈ രാജ്യത്തെക്കുറിച്ച് കണ്ടമാനം വിഷമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യെശയ്യാപ്രവചനത്തില് ഇത് പറയുന്നുണ്ട്. യോവാശ് രാജാവ് വല്ലാതെ വിഷമിച്ചു. തന്റെ കാലത്ത് തന്നെ ഈ രാജ്യം പിടിക്കപ്പെട്ട് അതിന് ഒരു വിലയും നിലയുമില്ലാതെ പോകുമല്ലോ എന്ന് ഭാരപ്പെട്ടു. അപ്പോഴാണ് കർത്താവ് ആലോചന കൊടുക്കുന്നത്, നീ ഭാരപ്പെടണ്ട, കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അങ്ങനെ വാഗ്ദത്തം കൊടുത്തു. യോവാശ് രാജാവിന് കൊടുത്ത വാഗ്ദത്തമാണ് നമ്മുടെ കർത്താവിന്റെ ജനനത്തെ പറ്റി. അവന്റെ രാജ്യത്തിന്റെ ആത്യന്തികമായ രാജാവായി വാഴുമെന്ന് ഉറപ്പിക്കപ്പെട്ട ഒരു സന്ദർഭം കൂടിയായിരുന്നു അത്. ഇന്ന് രാത്രി നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ആശങ്കപ്പെടുന്നവരാണ്. ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് പറയട്ടെ, നിങ്ങൾക്കും അതുണ്ട്, എന്നെക്കാളുണ്ട്. നമ്മുടെ ഭൗതിക വിഷയങ്ങളെക്കാൾ നമ്മൾ ആശങ്കപ്പെടേണ്ടത് നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിലാണ്. അതൊരിക്കലും നഷ്ടപ്പെടരുത്. അതൊരിക്കലും നമ്മൾ കൈമോശം വന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരരുത്. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. നമുക്ക് ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ശക്തമായി ഉറപ്പിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകണം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ നിത്യത നമുക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അത് നഷ്ടപ്പെടാൻ പാടില്ല. അതിനെ ഓർത്ത് ഭാരപ്പെടണം. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അനുഗ്രഹമായി തീരാൻ, അവിടെ ചെന്ന് എത്തും വരെയും ദൈവത്തിന്റെ കൃപയിൽ സൂക്ഷിക്കപ്പെട്ടിരിപ്പാൻ നാം കണ്ടമാനം ശക്തമായി എന്ത് വില കൊടുത്തും അതിനുവേണ്ടി നിലകൊള്ളുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ ഈ ലോകത്തിൽ എന്തെല്ലാം കിട്ടിയില്ലെങ്കിലും നമ്മ അതിനെ ഓർത്തല്ല ആശങ്കപ്പെടേണ്ടത്. പക്ഷേ വിശ്വാസം ഉണ്ടെങ്കിൽ തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടൊഴിയാതെ നിവർത്തിക്കും. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നീ കാണുന്ന പൗരോഹിത്യം ഉണ്ടല്ലോ, ആ പൗരോഹിത്യത്തിൽ നിന്ന് നിന്റെ സന്തതി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ദാവീദേ, നീ കാണുന്ന ഈ രാജവംശം ഉണ്ടല്ലോ, ഈ രാജവംശത്തിൽ നിന്ന് വേറിട്ട ഒരു രാജാവ് വരുമെന്ന് പറഞ്ഞു. അതിന്റെ സന്തതിയാണ്. അവൻ യഹൂദ ഗോത്രത്തിലെ രാജാവായിരിക്കും. എന്നാൽ നീ ഇന്ന് കാണുന്ന പൗരോഹിത്യത്തിൽ നിന്ന് വരുന്ന മുളയല്ല, മറ്റൊരു മുള പൊട്ടിപ്പുറപ്പെടും എന്ന് പറഞ്ഞു. ദാവീദിന് തികച്ചും അവിശ്വസനീയമായ ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. ദാവീദ് വിശ്വസിച്ചു. കാരണം അന്നത്തെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യമാണ്. നമ്മൾ മുമ്പേ കണ്ട യോശുവയെ പറ്റി പറഞ്ഞല്ലോ. ആ യോശുവയും ലേവ്യ പൗരോഹിത്യത്തിൽ വന്നെത്തി നിൽക്കുന്നയാളാണ്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ദാവീദിന് ഈ ലേവ്യ പൗരോഹിത്യം, അഹരോന്യ ക്രമപ്രകാരമുള്ള ആ പൗരോഹിത്യം, അതിനെ മറികടന്ന് മറ്റൊരു പൗരോഹിത്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ദാവീദിന് പ്രശ്നം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആലോചന ചിലപ്പോൾ നമുക്ക് മനസ്സിലാകിയേ, നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യും. അത് ചിലതിനെ നീക്കി ചിലതിനെ ദൈവോടെ സ്ഥാപിക്കും. നീങ്ങത്തില്ലെന്ന് വാദിക്കുന്നതിനെ
ദൈവം തമ്പുരാൻ നീക്കി ദൈവം പുതിയൊരു കാര്യം അവിടെ ചെയ്യും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നമ്മളെത്ര വിചാരിച്ചാലും അത് നീങ്ങുകയില്ല. പക്ഷെ തമ്പുരാൻ കൽപ്പിച്ചാൽ നീങ്ങത്തില്ലെന്ന് പറയുന്നത്, വഴിമാറുകയെന്ന് പറയുന്നത്, അതെല്ലാം വഴിമാറും. ദൈവത്തിന് മഹത്വം. നമുക്ക് നോക്കാം 110 സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം. സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം. നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. ഈ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ, അല്ലെ, മൽക്കീസദേക്കിന്റെ ക്രമത്തില് ഒരു പുരോഹിതൻ. അത് ആര് പറഞ്ഞതാ? അത് യഹോവയായ ദൈവം പറഞ്ഞതാ. വീണ്ടും അയ്യോ അവത്താന്നോ പറഞ്ഞേ എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെന്തിനാ പിൽക്കാലത്ത്, അല്ലെങ്കിൽ ദാവീദിന് മുൻപ്, ചില കാലഘട്ടങ്ങൾക്ക് ശേഷം, അറിയാൻ പിന്നീട് പറഞ്ഞോളാം, അഹരോന്യ പൗരോഹിത്യം സ്ഥാപിച്ചത്, ലേവി ഗോത്രത്തിൽ നിന്ന് അഹരോന്യ പൗരോഹിത്യം സ്ഥാപിച്ചത് ദൈവമാണ്. അതേ ദൈവം തന്നെയാണ് ഇവിടെ പറയുന്നത്. മശീഹയെ കുറിച്ച് പറയുകയാണ്. ആ മശീഹ എന്താണ്? അത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. അത് യഹോവയാണ് പറഞ്ഞത്. അതുകൊണ്ട് ദൈവം അനുദപിക്കുക. അതുകൊണ്ട് ദാവീദ് അത് വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് അത് വിശ്വസിക്കുമ്പോൾ അഹരോന്യ ക്രമപ്രകാരമുള്ള പ്രബലപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യം അവിടെ നിലവിലുണ്ട്. എന്നാൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മറ്റൊരു പൗരോഹിത്യം ഉണ്ടായി വരുമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് ദാവീദ് തൻ്റെ തലമുറ, തൻ്റെ കൊച്ചുമകൻ, സിംഹാസനത്തിൽ ഇരിക്കേണ്ടവൻ, മശീഹായായി വരേണ്ടവൻ, മുളയായവൻ, അത് വരുമെന്ന് ദാവീദ് വിശ്വസിക്കുകയും ദാവീദ് ഏറ്റുപറയുകയും ദാവീദ് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്തോത്രം. ദാവീദ് അത് പറഞ്ഞപ്പോൾ അഹരോന്യ പൗരോഹിത്യമുള്ള ആളുകൾ അത് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ദാവീദിന് നേരെ വെല്ലുവിളി ഉയർത്തിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വെല്ലുവിളി ഉയർന്നാലും ഇല്ലെങ്കിലും വിശ്വാസത്തിന്റെ വാക്ക് ദൈവവൈതലേ ഇന്ന് രാത്രിയിൽ നീ പറയാൻ തയ്യാറാകണം. പ്രതികൂല സാഹചര്യങ്ങൾ നിന്റെ കണ്ണിന് മുമ്പിൽ വരുമ്പോൾ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്തിരിക്കുമ്പോൾ അതിന് വിരുദ്ധമായ സാഹചര്യങ്ങൾ നിന്റെ കണ്ണിന് മുമ്പിൽ നീ കണ്ടാൽ നിന്റെ പ്രഖ്യാപനത്തെ പിൻവലിക്കരുത്. പ്രഖ്യാപിച്ചത് തന്നെയാ, വിശ്വസിക്കുന്നത് തന്നെയാ. ഞാനത് കാണുമെന്ന് പറഞ്ഞാൽ ഞാനത് കാണുമെന്ന് പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത് അത് നടപ്പിൽ വരും എന്ന് പറയാൻ, എന്ന് വിശ്വസിക്കാൻ, എന്ന് ദൈവത്തിന് മുൻപാകെ പറയാൻ നമുക്ക് കഴിയണം. വെല്ലുവിളികൾ ഉണ്ടാകും. ക്രിസ്തീയ ജീവിതത്തിൽ വെല്ലുവിളികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വം. ആ പോരാട്ടങ്ങളുടെ നടുവിൽ വിശ്വാസത്തിന്റെ വചനത്തെ നാം പ്രഖ്യാപിക്കുമ്പോൾ ആമേൻ, അത് കാണുവാൻ തമ്പുരാൻ ഇടയാക്കും. നോക്കിക്കേ, ദാവീദ് അത് പ്രഖ്യാപിച്ചു. പിൽക്കാലത്ത് സെഖര്യാവിലൂടെ ദൈവം അത് ഉറപ്പിക്കുക. ആമേൻ. ഏത് പൗരോഹിത്യമുള്ള, ലേവ്യ പൗരോഹിത്യമുള്ളവനെ വിളിച്ചു പറയുക, ദാവീദ് പണ്ട് പറഞ്ഞ മുളയായവനെ അതുണ്ടല്ലോ, ആ പ്രഖ്യാപനം കിടപ്പുണ്ടല്ലോ, ആ വിശ്വാസത്തിന്റെ വചനം അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എടുത്തു പറഞ്ഞിരിക്കുന്നു, അതങ്ങനെ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അനേകരെ
പ്രതികൂലത്തിന്റെ നടുവിലൂടെയാണ് കർത്താവിനെ സേവിക്കുന്നത്. രോഗങ്ങളുടെയും കഷ്ടങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിലൂടെയാണ് പലരും കർത്താവിനെ സേവിക്കുന്നത്. ഒരുപക്ഷെ മറ്റു പല മാർഗങ്ങൾ എളുപ്പത്തിൽ പ്രശ്നപരിഹാരത്തിന് മുൻപിൽ കണ്ടേക്കാം. എന്നാൽ അത് വേണ്ട. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അത് മതി എന്ന് പറഞ്ഞ് വിശ്വാസത്തിന് വേണ്ടി നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ദാവീദ് വിളിച്ചു പറഞ്ഞു, മുളയായവൻ പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ. ആഹരോന്യ ക്രമപ്രകാരമുള്ള മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യ പൗരോഹിത്യം, എന്നേക്കുമുള്ള പൗരോഹിത്യം, മരണം കൊണ്ട് ഇടമുറിഞ്ഞു പോകാത്ത പൗരോഹിത്യം, അത് ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ പൗരോഹിത്യമാണ്. അതങ്ങനെ സംഭവിക്കും. അതിനു വേണ്ടി ഒരു കിരീടം ഒരുക്കാൻ സക്കറിയാവ് യോശുവയോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങൾ ചിലത് ഒരുക്ക്, ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ ചിലത് വിശ്വസിച്ച് ഒരുങ്ങ്. വിശ്വാസത്തിന്റെ വാക്കുകൊണ്ട് അത് പറ, തമ്പുരാൻ അത് ചെയ്യും. ഇത് മെസ്മരിസം ഒന്നുമല്ല, ഹിപ്നോട്ടിസം ഒന്നുമല്ല. വിശ്വാസത്താൽ പറയുമ്പോൾ ദൈവ പൈതലേ, നമ്മൾ പറയുന്നതിനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. സാധുവായ ഒരു ഭക്തൻ ഈ ഭൂമിയിൽ വെച്ച് വിളിച്ചു പറയുന്നതിനെ അംഗീകരിക്കുന്ന സർവശക്തനായ ദൈവം മുകളിലുണ്ട്. ആ ദൈവം, ആ മഹാപുരോഹിതൻ എന്നേക്കും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ഞാനേ ഈ ചിന്തയിൽ ആയിരിക്കുന്ന ദൈവവചന കഴിവിലായിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ചോദിക്കുക. ദാവീദ് ഇത് പറയുകയാണ്, മുള വരും, മുളയായവൻ പൊട്ടിപ്പുറപ്പെടും. അതൊക്കെ പറഞ്ഞു. യെശയ്യാവ് അതൊക്കെ എഴുതി വച്ചിരിക്കുന്നു. ഇതൊക്കെ ആണെങ്കിലും ഈ മൽക്കീസദേക്കാരാ, നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട് മൽക്കീസദേക്കാരൻ. പക്ഷേ ചരിത്രമില്ലാത്തയാളാണ് മൽക്കീസദേക്ക്. പിതാവില്ലാത്തയാളാണ് മൽക്കീസദേക്ക്. പിതാവോ മാതാവോ ഇല്ല, ജനനമില്ല. ദൈവത്തിന് സ്തോത്രം. മരണത്തെ പറ്റിയും പറയുന്നില്ല. അതുകൊണ്ട് ആദ്യവും അവസാനവും അറിയാൻ മേലാത്ത, ചരിത്രമില്ലാത്ത, വംശാവലി ഇല്ലാത്തതായ ആളാണ് മൽക്കീസദേക്ക്. ആ മൽക്കീസദേക്കിനെ കുറിച്ച് ദാവീദ് മോശയുടെ എഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കി കാണും. പക്ഷെ വിശ്വാസം വന്നതാണ് എന്നെ അതിശയിപ്പിച്ചത്. അഹരോന്യ ക്രമത്തിലുള്ള പൗരോഹിത്യം കണ്ടിരിക്കുന്ന ദാവീദ് മൽക്കീസദേക്കിന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യത്തെ കുറിച്ച് ശക്തമായി പറയാനിടയായി. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ 14-ാം അധ്യായത്തില്, ഞാൻ ഇനി വാക്യങ്ങൾ അങ്ങനെ വായിപ്പിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തില് നമുക്ക് കാണാം, അബ്രഹാമിനെ കുറിച്ച് യോരാമിനെയും കൂട്ടരെയും ഒക്കെ തോൽപ്പിച്ച് അബ്രഹാം വരികയാണ്. തന്റെ പടയാളികളുമായിട്ട് വരികയാണ്. തൻ്റെ കൂടെ അഭ്യാസികളുണ്ട്. അവർ കുറെ കൊള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. തോൽപ്പിക്കപ്പെട്ട രാജാക്കന്മാർ അവരുടെ കയ്യിലെ കാര്യങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് അബ്രഹാം വരികയാണ്. അക്കൂട്ടത്തിൽ ലോത്തിനെയും കൊണ്ടുവരികയാണ്. പിടിച്ചോണ്ട് പോയതല്ല. വന്നപ്പോഴേ പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. നാം അവിടെ വായിക്കുന്നു, എതിരേറ്റു വരുന്ന മൽക്കീസദേക്ക് എതിരേറ്റു വരുന്നു. നാം വായിക്കുന്നത് ശാലേം രാജാവാണ് മൽക്കീസദേക്ക് വന്നിട്ട് അബ്രഹാമിന്റെ പടയാളികൾക്ക് അപ്പോ വീഞ്ഞു കൊടുക്കുകയാണ്. അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ശ്രദ്ധിക്കൂ, അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. അബ്രഹാമിന്റെ പടയാളികൾക്ക്
അപ്പവും വീഞ്ഞും കൊടുക്കുകയാണ്. പെട്ടെന്ന് ഇത്രയും പടയാളികൾക്ക് അപ്പവും വീഞ്ഞും കൊടുക്കണമെങ്കിൽ രാജാവിന് കഴിയും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതെല്ലാം കരുതി വെച്ചിരിക്കുന്നത് പോലെ, ഇതെല്ലാം വഴിയെ സംഭവിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് പോലെ നമുക്കവിടെ കാണാൻ കഴിയും. അങ്ങനെ നാം നോക്കുമ്പോൾ ക്ഷീണിതനായി വരുന്ന അബ്രഹാമിന്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറി. ആരെതിരേറ്റ് വന്നപ്പോഴേ ശാലേം രാജാവായ മൽക്കിസദേക്ക് എതിരേറ്റ് വന്നപ്പോൾ ക്ഷീണമെല്ലാം മാറി. ദൈവത്തിന് മഹത്വം. നമുക്കൊത്തിരി ചോദ്യങ്ങൾ കാണുമായിരിക്കാം. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. എന്നാൽ ഞാനും നിങ്ങളും ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലോകത്തിൽ യുദ്ധമുണ്ട്. ആ യുദ്ധം മാനുഷികമായിട്ടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഫേസ് ലേഖനത്തിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. ചതുർവിധ ശക്തികളോട് നമുക്ക് പോരാട്ടമുണ്ട്. ചിലപ്പോൾ നമ്മൾ ക്ഷീണിക്കും, ചിലപ്പോൾ നമ്മൾ തളർന്നു പോകും, ചിലപ്പോൾ നമ്മൾ കണ്ടമാനം വറീഡാകും, ചിലപ്പോൾ നമ്മുടെ മനസ്സ് ചോർന്നു പോകും. മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കാലുകൾ പിന്നോട്ട് വെച്ചാലോ എന്ന് ചിന്തിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ എതിരേറ്റു വരുന്ന ഒരു രാജാവ് നമുക്കുണ്ട്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു പുരോഹിതൻ നമുക്കുണ്ട്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പെസഹ ഒരുക്കുവീൻ. അവര് പോയി പെസഹ ഒരുക്കി. അന്ന് രാത്രിയിൽ അവൻ അപ്പവും വീഞ്ഞും എടുത്തു. അത് അനുഗ്രഹിച്ച ശിഷ്യന്മാർക്ക് കൊടുത്തു. എൻ്റെ രക്തത്തിൽ ഇത് പുതിയ നിയമമാകും. ഞാനത് വ്യാഖ്യാനമാണോ എന്ന് ഞാൻ പറയുന്നില്ല. നിഴലും പൊരുളും എന്നുള്ളൊരു വിഷയം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ മൽക്കിസദേക്ക് കർത്താവിൻ്റെ ഒരു നിഴലാണ്. അതെങ്ങനെ പറയാൻ പറ്റും? ഈ മൽക്കിസദേക്ക് ശാലേമിലെ രാജാവാണ്. ഏതാണ് ഈ ശാലേം? ഈ ശാലേം യെരുശലേമിന്റെ പുരാതന നാമമാണ്. എന്ന് പറഞ്ഞാൽ യെരുശലേമിലെ രാജാവാണ് മൽക്കിസദേക്ക്. ആ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യ പൗരോഹിത്യമെന്ന് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പല ഭാഗത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുരോഹിതനും രാജാവുമായവൻ യെരുശലേമിൽ നിന്ന് അബ്രഹാമിനെ എതിരേറ്റു വന്ന് അബ്രഹാമിന്റെ ക്ഷീണത്തെ മാറ്റി അബ്രഹാമിനെ അനുഗ്രഹിച്ച് അബ്രഹാമിന് ധൈര്യം കൊടുത്തതുപോലെ ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ഒരു രാജാവുണ്ട്. ആ രാജാവ് യെരുശലേമിൽ വാഴും. ലോകരാജ്യങ്ങളൊക്കെ ഇസ്രായേലിന് വിരോധമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ കർത്താവ് അക്ഷരികമായ ഭരണം ഇസ്രായേലിൽ സ്ഥാപിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ച ഇവിടെ ഈ ഭരണം നടത്തുമ്പോൾ അവൻ രാജാവായിരിക്കും, അവൻ പുരോഹിതനായിരിക്കും. ദൈവത്തിന് മഹത്വം. അവൻ മന്ദിരം പണിയും എന്ന്, ആ മുള മന്ദിരം പണിയുമെന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വരുവാനിരിക്കുന്ന രാജാവും വരുവാനിരിക്കുന്ന പുരോഹിതനും ആരാണ്? അത് നമ്മുടെ കർത്താവാണ്. സഖരിയാവ് ആമേൻ യോശുവയോട് പറഞ്ഞു, നിന്റെ തലയിൽ ഈ കിരീടം ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഇത് രാജാവിന് വേണ്ടി വെക്കേണ്ട കിരീടമാണ്. നീ ഒരു പുരോഹിതനും കൂടെയാണ്. നീ രാജാവല്ല, നീ പുരോഹിതനായിരിക്കുന്നത് വരുവാനുള്ള രാജാവിന്റെ ഒരു നിഴല് മാത്രമാണ്. അതുകൊണ്ട് പൊരുളായവൻ വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം.
ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിർത്തുകയാണ്. സമയം തീരുകയാണ്. അതുകൊണ്ട് എനിക്ക് ദൈവമക്കൾക്ക് തരാനുള്ള ചില ചിന്തകളാണ് ഇന്ന് രാത്രി ഞാൻ നൽകിയത്. നിങ്ങൾ ഉറപ്പുവരുത്തുക. ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ശക്തമായി വിശ്വസിക്കുക. അതിനെ കാണുമെന്ന് പറയുക. തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. രാജാവും കർത്താവും ആമേൻ, മഹത്വത്തിന്റെ ദൈവവും ആമേൻ, മശിഹ എന്ന് വിളിപ്പേരുള്ള രക്ഷകനായ നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ കർത്താവ് മതിയായവൻ. വിശ്വസിക്കുക, നമുക്ക് വേണ്ടി കർത്താവ് എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ മുളപ്പിക്കും, എന്തൊക്കെ വരുത്തി തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തടത്തു നിന്ന് മുളച്ചു വരുവാൻ കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ചില രോഗങ്ങൾ മാറി നിന്റെ ശരീരം ശുദ്ധമാകാം എന്ന് കർത്താവ് പറഞ്ഞാൽ ആ രോഗം ഇവിടെ കാണുകയില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യമുണ്ട്. നിന്റെ ഭയം നിന്നെ വിട്ടു മാറി സമാധാനം അവിടെ ഉണ്ടാകട്ടെ എന്ന് കർത്താവ് കൽപ്പിച്ചാൽ അവിടെ സമാധാനം ഉണ്ടാകും. നീ ചില വിഷയങ്ങളെ ഓർത്ത് കണ്ടവാന് ഭാരപ്പെടുന്നെങ്കിൽ ആടി ഉലയുന്ന ഭവന ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ ആ കാര്യങ്ങളെ ആമേ ശക്തമായി ഉറപ്പിച്ച് നിന്റെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ആ കർത്താവിന് വിശ്വസിക്കുക. നീ ഒരു കിരീടമാ ദൈവത്തിന്. നീ വിശ്വസിക്കുക. നീ ചെയ്യാനുള്ള കാര്യങ്ങളെ ചെയ്യുക. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ശക്തമായി ശുശ്രൂഷ ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം. നമ്മുടെ നിത്യതയെ ഉറപ്പാക്കി ക്രിസ്തീയ ജീവിതത്തിൽ തമ്പുരാൻ തരുന്ന സാഹചര്യങ്ങളെ നമുക്ക് അനുഭവിച്ച് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുക.